ജിമെയിൽ ഐ ഡി ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. കാരണം ഒരു ജിമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റുകയുള്ളൂ. വളരെ സിമ്പിൾ ആണ്, എല്ലാവരും പറയുന്ന കാര്യമാണ്. പക്ഷേ 2023 അതിൽ എന്ത് മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുകയാണ് വേണ്ടത്. ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ലാപ്ടോപ്പിലാണ്. ഇതേ കാര്യം തന്നെയാണ് നിങ്ങൾ മൊബൈലിലും ചെയ്യേണ്ടത്. മൊബൈലിൽ ചെയ്യുമ്പോൾ മൊബൈൽ എടുത്തിട്ട് ആദ്യം റൈറ്റിൽ കാണുന്ന 3 കുത്തുകളിൽ അമർത്തി കഴിയുമ്പോൾ കുറച്ച് ഓപ്ഷൻസ് ഇറങ്ങി വരും. ആ ഓപ്ഷൻസിൽ ഡെസ്ക്ടോപ്പ് മോഡ് DESKTOP ഡെസ്ക്ടോപ്പ് മോഡ് എന്ന് കാണും. അത് എനേബിൾ ചെയ്തുകൊണ്ട് നിങ്ങൾ അത് ചെയ്താൽ മാത്രം മതി. വേറെ പ്രശ്നം ഒന്നുമില്ല. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് ഒരു ജിമെയിൽ ഐ ഡി ഉണ്ടാക്കാൻ പോകുമ്പോൾ നമ്മൾ ഗൂഗിളിൽ കയറണം. ക്രോം ബ്രൗസർ എടുത്ത് ഗൂഗിളിൽ കയറി. അപ്പോൾ നമുക്ക് ഇവിടെ ജിമെയിൽ ഐ ഡി ആണ് വേണ്ടത്. നമ്മൾ ജിമെയിൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു ഇന്റർഫേസ് കിട്ടും. ഈ ആദ്യം കാണുന്ന ലിങ്കിൽ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെയാണ് തുറന്നു വരുന്നത്. ഇവിടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് യൂസ് അനദർ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളോട് സൈൻ ഇൻ ചോദിക്കും. നമുക്ക് ഇമെയിൽ ഐ ഡി ഇല്ലാത്തത് കൊണ്ട് സൈൻ ഇൻ ചെയ്യാൻ പറ്റുകയില്ല. നമ്മളപ്പോൾ ചെയ്യേണ്ടത് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ചോദിക്കും ഫോർ മൈ സെൽഫ്, നമുക്ക് വേണ്ടിയാണോ? ഫോർ മൈ ചൈൽഡ്, അതായത് എന്റെ കുട്ടിക്ക് വേണ്ടിയാണോ? ടു മാനേജ് മൈ ബിസിനസ്, എന്റെ ബിസിനസിന് വേണ്ടിയാണോ? 3 ടൈപ്പിലുള്ള അക്കൗണ്ട് ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പോൾ നമുക്ക് യൂട്യൂബ് ആണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഫോർ മൈസെൽഫ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു ഇന്റർഫേസ് ആണ് വരുന്നത്. നമുക്ക് ഇവിടെ ആദ്യം കൊടുക്കേണ്ടത് ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം ആണ്. അതായത് നിങ്ങളുടെ പേര് എന്താണോ അതിന്റെ ഫസ്റ്റ് നെയിം പിന്നെ ലാസ്റ്റ് നെയിം ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഞാൻ കൊടുക്കുന്നത് അല്പം മാറ്റിയാണ്. എനിക്ക് വേണ്ടത് നമ്മളുടെ ബിസിനസ് ചാനലിന് വേണ്ടി ഒരു ഇമെയിൽ ഐ ഡി ആണ്. അപ്പോൾ ഞാൻ കൊടുക്കുന്നത് ബിസിനസ് ഐഡിയാസ് എന്ന് ഫസ്റ്റ് നെയിമിൽ കൊടുത്തു. ലാസ്റ്റ് നെയിമിൽ മലയാളം എന്ന് കൊടുത്തു. ഇതാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ യൂട്യൂബ് തന്നെ എനിക്കൊരു ഐ ഡി ക്രിയേറ്റ് ചെയ്തു, bmalayalam3@gmail.com. പക്ഷെ എനിക്കത് വേണ്ട. ഇല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ ഇവിടെ തരുന്നുണ്ട്, മലയാളം ബിസിനസ് ഐഡിയാസ് 6, ബിസിനസ് ഐഡിയാസ് മലയാളം, ബിസിനസ് ഐഡിയാസ് മലയാളം 2. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇനി അഥവാ ഇതിൽ നിങ്ങൾക്ക് വരുന്നില്ലെങ്കിൽ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഇപ്പൊ എനിക്കൊരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്, ബിസിനസ് ഐഡിയാസ് മലയാളം എന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. ബിസിനസ്, അതിന്റെ സ്പെല്ലിംഗ് എല്ലാം കൃത്യമായിട്ട് നോക്കിക്കൊള്ളണം, തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ പണിയാകും. ബിസിനസ് ഐഡിയാസ് മലയാളം എന്ന് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് @gmail.com. ഓക്കെ, എനിക്കിവിടെ പ്രശ്നമൊന്നുമില്ല, കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അടുത്തത് പാസ്വേഡ് ആണ് ചെയ്യേണ്ടത്. ഈ പാസ്വേഡ് നോക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളാണ്. നമ്മൾ സാധാരണഗതിയിൽ പണ്ട് എല്ലാവരും കൊടുത്തിരുന്നത് 1 2 3 4 5 6 7 8 നടക്കത്തില്ല. ഇപ്പോൾ 8 അക്ഷരമെങ്കിലും ഇതിനകത്ത് വേണം. അതിനകത്ത് ക്യാരക്ടേഴ്സ്, അതായത് സാധാരണ അക്ഷരങ്ങൾ വേണം, പിന്നെ മിക്സ് ഓഫ് ലെറ്റേഴ്സ് വേണം, അത് കൂടാതെ തന്നെ നമ്പേഴ്സ് വേണം, പിന്നെ സിംബൽസ് വേണം. ഇല്ലെങ്കിൽ എന്താണ്, പെട്ടെന്ന് ആളുകൾക്ക് ഹാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ അക്കൗണ്ട് കൊണ്ട് മറ്റുള്ളവർ പോകും. അതിനാണ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഞാൻ ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാസ്വേഡ് ആണ് കൊടുക്കാൻ പോകുന്നത്. പാസ്വേഡ് കൊടുത്തു. ഏതാണ്ട് 15ഓളം അക്ഷരം വരുന്ന ഒരു പാസ്വേഡ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അതേ പാസ്വേഡ് തന്നെ ഞാൻ ഇവിടെ കൺഫേം ചെയ്യുകയാണ്. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പാസ്വേഡ് കാണാനുള്ള ഓപ്ഷൻ കൊടുക്കാം. പക്ഷെ ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. കാരണം ഇത് എനിക്ക് വേണ്ടിയുള്ള അക്കൗണ്ട് ആയതുകൊണ്ട് പാസ്വേഡ് മറ്റുള്ളവരെ കാണിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് കൺഫേം ചെയ്യണമെങ്കിൽ ഇവിടെ പാസ്വേഡ്, ഷോ പാസ്വേഡ് കൊടുത്ത് അതിൽ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പാസ്വേഡ് കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നേരെ നെക്സ്റ്റിലേക്ക് പോകുക. ഓക്കെ, വെരിഫൈ യുവർ ഫോൺ നമ്പർ. ഇവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കണം. ഫോൺ നമ്പർ കൊടുത്ത് വെരിഫിക്കേഷൻ വാങ്ങിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ഞാൻ എന്റെ ഫോൺ നമ്പർ ഇവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ എനിക്കൊരു OTP വന്നിട്ടുണ്ട്. ഈ OTP എന്റെ ഫോണിലാണ് വരുന്നത്. അത് അവിടെ നിന്ന് എടുത്ത് ഇവിടോട്ട് അടിച്ചു കൊടുക്കണം. ഇല്ല, നിങ്ങളുടെ ഫോണിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിൽ തന്നെ OTP വരും. ഞാൻ അത് അടിച്ചു കൊടുക്കുകയാണ്. OTP വന്നു, അത് ഞാൻ അടിച്ചു കൊടുത്തു. ഇനി ഇവിടെ നമ്മൾ വെരിഫൈ ചെയ്യണം, നമ്മളുടെ തന്നെ ഫോൺ നമ്പർ ആണോ എന്നുള്ളത് വെരിഫൈ ചെയ്യണം. ഓക്കെ, ബിസിനസ് ഐഡിയാസ്, വെൽക്കം ടു ഗൂഗിൾ. ഓൾറെഡി നമുക്ക് ആ ID ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇവിടെ ബിസിനസ് ഐഡിയാസ് മലയാളം
gmail.com. നമുക്കത് ക്രിയേറ്റ് ആയി കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കുറച്ച് കാര്യങ്ങളാണ്. റിക്കവറി ഇമെയിൽ അഡ്രസ് ഓപ്ഷണൽ ആണ്. നിങ്ങൾക്ക് വേറൊരു ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക്, ഇല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിന്, നിങ്ങളുടെ ഹസ്ബൻഡിന് വേറെ ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അതിവിടെ കൊടുക്കാം. നിങ്ങളുടെ റിക്കവറി ഇമെയിൽ ഐ ഡി ആയിട്ട് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഇവിടെ അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, കാരണം ഈ ഇമെയിൽ ഐ ഡിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റേ ഇമെയിൽ ഐ ഡി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾ അടിച്ചു കൊടുത്ത പാസ്വേഡ് കൃത്യമായിട്ട് എവിടെയെങ്കിലും എഴുതി വെക്കുക. കാരണം മറന്നു പോകാനുള്ള സാധ്യത വളരെയേറെയാണ്. മറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് അത് കൃത്യമായിട്ട് എവിടെയെങ്കിലും എഴുതി വെക്കുക. എഴുതി വെക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രം അറിയേണ്ടതാണെങ്കിൽ അങ്ങനെ സൂക്ഷിക്കുക. ഇനി വീട്ടിലുള്ള എല്ലാവർക്കും അറിയേണ്ടതാണെങ്കിൽ അങ്ങനെ സൂക്ഷിക്കുക. കൃത്യമായിട്ട് മറ്റൊരു വ്യക്തിയുടെ കയ്യിൽ ഈ പാസ്വേഡ് ലഭിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഓപ്ഷൻസ് ഇവിടെ നമുക്ക് ബർത്ത്ഡേ കൊടുക്കണം. അത് നമുക്ക് മന്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഡേ കൊടുക്കാം 01. അതിനുശേഷം നമുക്ക് വർഷം കൊടുക്കാം. ഇനി നമുക്ക് ജെൻഡർ കൊടുക്കണം. നമ്മൾ ആണാണോ പെണ്ണാണോ അതർ കാറ്റഗറി ആണോ എന്നുള്ളത് ഇവിടെ കൊടുക്കാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓപ്ഷൻ കിട്ടും. ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ, മെയിൽ ആണെങ്കിൽ മെയിൽ, റാദർ നോട്ട് സേ എനിക്ക് പറയാൻ ഇഷ്ടമില്ല എങ്കിൽ അങ്ങനെ കസ്റ്റം നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു ഇത് കൊടുക്കാം. എന്തെങ്കിലും, അതായത് നമ്മൾ ഭിന്നശേഷിക്കാരാണോ അങ്ങനെയാണെങ്കിൽ അത് കൊടുക്കാവുന്നതാണ്. അത് എഴുതി അറിയിക്കണം. അതിനുള്ള ഓപ്ഷൻസ് കിട്ടും. ദെൻ ഞാനിപ്പോ മെയിലാണ്, മെയിൽ കൊടുത്തു, നെക്സ്റ്റ് കൊടുത്തു. ഓക്കെ, നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇഫ് യു ലൈക്ക് you can add your phone number to your account for use across Google services. ഗൂഗിളിന്റെ എല്ലാ സർവീസസിനും വേണ്ടിയിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ ആഡ് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, യുവർ നമ്പർ വിൽ ബി യൂസ്ഡ് ടു റിസീവ് വീഡിയോ കോൾസ് ആൻഡ് മെസ്സേജസ്, മേക്ക് ഗൂഗിൾ സർവീസസ് ഇൻക്ലൂഡിംഗ് ആഡ്സ് മോർ റിലവന്റ് ടു യു. ഇപ്പൊ ഇതെല്ലാം അഡ്വർടൈസ്മെന്റ് ആണ്. നമുക്കതിന്റെ ആവശ്യം ഒന്നുമില്ല. നമ്മൾ നേരെ പോകുന്നത് യെസ് ഐ ആം ഇൻ എന്നുള്ള ഓപ്ഷനിലേക്കാണ്. അവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ ഇവരുടെ പ്രൈവസി ആൻഡ് ടേംസ് ആണ്. ഈ ഗൂഗിൾ നമുക്ക് ഒരു അക്കൗണ്ട് ഉണ്ടാക്കി തരുമ്പോൾ സർട്ടൻ പോളിസീസ് ഉണ്ട്. അതൊക്കെ നമ്മൾ അനുസരിച്ച് വേണം മുമ്പോട്ട് പോകാനായിട്ട്. അതാണ് ഇത്. വേണമെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ വായിച്ചു നോക്കാം. ഇനി അതല്ലെങ്കിൽ, ഇനി വായിച്ചാലും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യാതെ ഒരു തരവുമില്ല. ഐ എഗ്രി എന്ന് ക്ലിക്ക് ചെയ്തേ മതിയാകൂ. ക്ലിക്ക് ചെയ്തു. നമ്മൾ നേരെ എത്തുന്നത് നമ്മളുടെ ജിമെയിൽ അക്കൗണ്ടിലേക്കാണ്. ഇതാണ് നമ്മളുടെ ജിമെയിൽ അക്കൗണ്ട്. നമുക്ക് ജിമെയിൽ അക്കൗണ്ട് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് നമ്മളുടെ ഇൻബോക്സ് ആണ്. ഈ ഇൻബോക്സിലാണ് നമുക്ക് മെസ്സേജുകൾ വരുന്നത്. ഇവിടെ കമ്പോസിംഗ് ഉണ്ട്. അതായത് നമുക്ക് ആർക്കെങ്കിലും മെയിൽ അയക്കണമെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്താണ് ചെയ്യേണ്ടത്. അത് നമുക്ക് മെയിൽ ഒന്ന് നോക്കാം. ബിസിനസ് ഐഡിയാസ്, ഫിനിഷ് സെറ്റിംഗ് അപ്പ് യുവർ ന്യൂ ഗൂഗിൾ അക്കൗണ്ട്. നമുക്ക് ആദ്യം വന്ന മെയിലാണ്. ഹായ് ബിസിനസ് ഐഡിയാസ് എന്ന് പറഞ്ഞ് നമുക്ക് മെയിൽ വന്നിട്ടുണ്ട്. ഇതൊരു ഫോർമൽ മെയിലാണ്. ഓക്കെ, ഇനി അഥവാ നമുക്ക് ഒരു മെയിൽ അയക്കണമെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ന്യൂ മെസ്സേജ് എന്ന് പറഞ്ഞു വരും. ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ആണ്. അതായത് മറ്റുള്ള ആരുടെ ഇമെയിൽ ഐ ഡിയിലേക്കാണോ നമ്മൾ മെയിൽ അയക്കേണ്ടത് അവരുടെ ഇമെയിൽ ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സബ്ജക്റ്റ് എന്താണോ, നമ്മൾ എന്തിനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ടൈപ്പ് ചെയ്യുക. ദെൻ നമ്മളുടെ മാറ്റർ എന്താണോ അതിവിടെ ടൈപ്പ് ചെയ്യുക. ഇവിടെ നമുക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ മെയിൻ ഓപ്ഷനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അതായത് നമുക്ക് അതിന്റെ കൂടെ എന്തെങ്കിലും അയക്കണമെങ്കിൽ ഇവിടെ അറ്റാച്ച് ഫയൽസ്, ഇത് കണ്ടോ, ഈ രണ്ടാമത്തെ സിമ്പിൾ കണ്ടോ, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മളുടെ കമ്പ്യൂട്ടർ സ്ക്രീനിലോട്ട് അല്ലെങ്കിൽ മൊബൈലിന്റെ ഗാലറിയിലോട്ട് പോകുന്നതാണ്. അവിടെ നിന്ന് നമുക്ക് എന്ത് വേണമെങ്കിലും അയക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് 2023 ഗൂഗിൾ അക്കൗണ്ട് അല്ലെങ്കിൽ ജിമെയിൽ അക്കൗണ്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മളുടെ ചാനലിൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കും. നന്ദി, നമസ്കാരം.